പറയാൻ നല്ല സുഖമാണ്, അത് ചെയ്യാനാ പണി. വീട്ടിലെ വികൃതി നിങ്ങൾക്ക് അറിയോ? ഇന്നലെ ഇപ്പോൾ ഒരു ഗ്ലാസ് പൊട്ടിച്ചു. അവൻ്റെ ഉപ്പ ഉംറ കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്ന നല്ല അടിപൊളി ഒരു ജ്യൂസ് ഗ്ലാസ് നിലത്തിട്ടാണ് പൊട്ടിച്ചു. എങ്ങനെ ചീത്ത പറയാതിരിക്കുക, എങ്ങനെയൊന്നും കൊടുക്കാതിരിക്കുക? ആ ദേഷ്യത്തിൽ അടിച്ചു പോകൂലേ? ഒരു ഉമ്മയുടെ ചോദ്യമാണ്. ആ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ചുരുക്കം. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, അവരോട് ചോദിച്ചതും, നമ്മുടെ വീട്ടിലേക്കൊരു ഗസ്റ്റ് വന്നു. ഗസ്റ്റുകൾക്ക് ചായ വെച്ച് കൊടുത്തു. ഏറ്റവും മുന്തിയ ഗ്ലാസ് ആയിരിക്കുമല്ലോ. ആ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടി. ആ കുട്ടിയുടെ ഉമ്മ ആ കുട്ടിയെ ചീത്ത പറയാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഏയ്, ഒരു ഗ്ലാസ് അല്ലേ, അപ്പം എന്താ കുഴപ്പം? അപ്പോൾ പൊട്ടി അരിച്ചിട്ട് ഇനിയും ഗ്ലാസ് ഉണ്ടല്ലോ ഇവിടെ, അല്ലേ? ആരാൻ്റെ കുട്ടി പൊട്ടിച്ചാൽ അത് ഒരു ഗ്ലാസ്, നമ്മളെ കുട്ടി പൊട്ടിച്ചാൽ അത് ഉംറ കഴിഞ്ഞ് വന്നപ്പോൾ വാപ്പ കൊണ്ടുവന്ന ഗ്ലാസ്. എന്താല്ലേ? കുട്ടിക്ക് വിവേകബുദ്ധി കുറവാണ്, നമ്മളെപ്പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി എന്താ മനസ്സിലാക്കുക? ഉമ്മാക്ക് മറ്റു കുട്ടികളോടാണ് സ്നേഹം, എന്നോട് സ്നേഹമില്ല എന്നല്ലേ. ഒന്ന്, നേരത്തെ വിരുന്നുകാരൻ കുട്ടി ഗ്ലാസ് പൊട്ടിച്ചപ്പോൾ ക്ഷമ തോന്നിയ അതേ മനസ്സ് തന്നെയല്ലേ നമ്മുടെ കുട്ടി പൊട്ടിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത്? എന്തുകൊണ്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല? ഇത് നമുക്ക് എന്തും പറയാനും ചെയ്യാനുമുള്ള ഒരു ചെണ്ടയാണെന്ന് നമ്മൾ വിശ്വസിച്ചു. ഇത് നമ്മുടെ കുട്ടിയാണെന്നതിനപ്പുറത്ത് റബ്ബിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ വരദാനമാണ്, ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റിനെ നല്ല നിലക്ക് നോക്കലും അള്ളാഹുവിനോടുള്ള ഒരു ബന്ധമാണ്. അള്ളാഹു തന്ന സമ്മാനം, അള്ളാഹു തന്ന ഗിഫ്റ്റ്, ഉപ്പ ഉംറ കഴിഞ്ഞ് കൊണ്ടുവന്ന ആ ഗ്ലാസ്സിനേക്കാൾ വിലപിടിപ്പുള്ളതാണ്. ഗ്ലാസ് പൊട്ടിയാൽ നമുക്ക് വേറെ ഗ്ലാസ് കിട്ടും, കുട്ടിയുടെ മനസ്സ് പൊട്ടിയാൽ വേറെ കിട്ടില്ല. അത് നേരെയാക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കില്ല. അതൊന്ന് പരിഹരിക്കാൻ വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. അയൽക്കാരൻ കുട്ടിയോട്, അതിഥി കുട്ടിയോട്, മറ്റുള്ളവരുടെ കുട്ടികളോട് നാം കാണിക്കുന്ന സ്നേഹം, അതിനേക്കാൾ 10 മടങ്ങ് സ്നേഹം, കരുതൽ, കെയറിങ് തീർച്ചയായും നമ്മുടെ കുട്ടിയും അർഹിക്കുന്നുണ്ട്. കൊടുത്തേ പറ്റൂ.